ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് സജിൻ്റെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സജിൻ. എനിക്ക് 27 വയസ്സുണ്ട്. മാഡം, നല്ലൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. വീട്ടിൽ ചുറ്റുപാടുകളെല്ലാം ഉണ്ട്. പഠിക്കാൻ ഞാൻ ഇത്ര മിടുക്കനൊന്നുമായിരുന്നില്ല. ബിടെക് കഴിഞ്ഞ് ഒരു ചെറിയ കമ്പനിയിൽ ജോലി ചെയ്തു. അത് ആവശ്യമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. എങ്കിലും എൻ്റെ ചിലവുകൾ നടക്കില്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ബാംഗ്ലൂരിൽ പോയി ജോലി ചെയ്തത്. ഇതിനിടയ്ക്ക് പ്രേമബന്ധങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഞാൻ ഒത്തിരി ശ്രമിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. ഏതെങ്കിലും ഒരു ഇഷ്ടം ഒത്തുവരുമ്പോഴേക്കും അത് എങ്ങനെയെങ്കിലും തട്ടിത്തെറിച്ചു പോകും. എല്ലാവർക്കും കാമുകന്മാരുണ്ട്, പക്ഷേ എനിക്ക് കാമുകയില്ല. ഞാനാണെങ്കിൽ വൃത്തിക്കും എനിക്ക് സൗന്ദര്യത്തിലും ഒക്കെ നടക്കാൻ നോക്കിയിട്ടും എനിക്ക് ഒന്നും സെറ്റാകുന്നില്ല. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ എനിക്ക് കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് ട്രെയിനിൽ തിരിച്ചു വരുമ്പോൾ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. അവളുടെ ചേച്ചിയുടെ അടുത്ത് ഒരു കസിൻ സിസ്റ്ററാണ്. അവിടെ നിന്ന് ജോലി അന്വേഷിക്കാൻ പോയതാണ്. പക്ഷേ എന്തോ അവൾക്കവിടെ സെറ്റാകുന്നില്ല. നാട്ടിലേക്ക് തിരിച്ചു പോകുകയാണെന്ന് പറഞ്ഞു. തൽക്കാലം നമുക്കവളെ രേഷ്മ എന്ന് വിളിക്കാം. രേഷ്മയ്ക്ക് 22 വയസ്സാണ് പ്രായം. ഡിഗ്രി കഴിഞ്ഞതേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ജോലി തേടിയെടുക്കേണ്ട ഒരു കാര്യമാണ് വീട്ടിലുള്ളത്. പഴയ ഒരു തറവാടാണ്. അവിടെ എല്ലാവർക്കും വലിയ രീതിയിലുള്ള ദുരഭിമാനമുള്ള ആൾക്കാരാണ്. നാട്ടിലെങ്കിലും ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ല. വീട്ടിലാണെങ്കിൽ നല്ല ദാരിദ്ര്യവുമുണ്ട്. എങ്കിൽ പിന്നെ നാട്ടിലെന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ? എന്തിനാണ് ദുരഭിമാനം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തുള്ള ബന്ധുക്കളുടെയും ഒക്കെ രീതി അങ്ങനെയാണ്. ഒന്നുമില്ലെങ്കിലും വ്യാജമായിട്ട് അഭിമാനം ചമയും അങ്ങനെ ആൾക്കാരാണെന്ന് പറഞ്ഞു. എനിക്കും ഏകദേശം അത് കേട്ട് കഴിഞ്ഞപ്പോഴേ മനസ്സിലായി. ഇപ്പോൾ അവളുടെ കസിൻ സിസ്റ്റർ അടുത്ത് വന്നിട്ട് ജോലിക്ക് ശ്രമിച്ചതാണ്. പക്ഷേ ഒന്ന് രണ്ടിടത്ത് അവൾ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അവളുടെ സൗന്ദര്യം കണ്ട് പലരും അവളോട് മോശമായി പെരുമാറിയത്രേ. അവൾക്ക് മനസ്സിലായി അങ്ങനൊരു പെണ്ണ് ജോലിക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന്. അവൾക്ക് ആണുങ്ങളുടെ കയ്യിൽ നിന്ന് അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലത്രേ. അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നാട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒന്നുമില്ലെങ്കിലും അവിടെ ചെന്ന് അർത്ഥപ്പട്ടിണിയാണെങ്കിലും കുഴപ്പമില്ല എന്ന് അമ്മ പറഞ്ഞത്രേ. എന്ന് പറഞ്ഞ് അവൾ എന്നോട് കഥകൾ മുഴുവനും തുറന്നു പറഞ്ഞു. ദീർഘനേര യാത്രയില്ലേ മാഡം. അവൾ എൻ്റെ ഓപ്പോസിറ്റുമാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സൈഡ് സീറ്റിലിരുന്ന് കഥകൾ പറഞ്ഞു വന്നു. രാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ബർത്തിലൊന്നും കയറിയില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കഥകൾ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. അവൾ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. വളരെ റെസ്പെക്റ്റോടു കൂടിയാണ് അവൾ എന്നോട് പെരുമാറുന്നത്. ചേട്ടാന്ന് വിളിക്കുമ്പോൾ തന്നെ തേൻ ഒഴുകുകയാണ്. അതുമാത്രമല്ല, കുലീനത്വത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അവളിലുണ്ട്. സൗന്ദര്യം നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ്. ആകാരവടിവ് കണ്ടാൽ അറിയാം അവൾ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചതാണെന്ന്. അത്രയ്ക്കും സൗന്ദര്യമുള്ളൊരു പെൺകുട്ടി ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ ഓർത്തു. എനിക്ക് അവളോട് വല്ലാത്തൊരു അടുപ്പവും സ്നേഹവും ഒക്കെ തോന്നി. ബർത്ത് 2 പേർക്കും ഉണ്ടല്ലോ, 2 പേർക്കും കിടക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, വേണ്ട, അത് ശരിയാകില്ല. ട്രെയിനിൽ ഞാൻ ഉറങ്ങില്ല. ചേട്ടൻ വേണമെങ്കിൽ മുകളിൽ കയറി കിടന്നോളാൻ പറഞ്ഞു. പക്ഷേ ഞാൻ കിടക്കാതെ അവളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. രാവിലെ ആയപ്പോഴേക്കും അവൾ പറഞ്ഞ കഥകളെല്ലാം കേട്ട് എനിക്ക് അവളോട് പ്രണയമായി. അത്രയും നല്ലൊരു സൗന്ദര്യമുള്ള പെൺകുട്ടി പ്രേമിക്കാനും ജീവിതസഖിയാക്കാനും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി. രാവിലെ ആകാറായപ്പോഴേക്കും ഞാൻ അവളോട് എനിക്ക് തന്നോട് ഒരിഷ്ടം തോന്നുന്നു പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ ഞെട്ടി. അങ്ങനെ ചേട്ടൻ എല്ലാ ആണുങ്ങളെപ്പോലെ എന്നോട് പറയരുത്, എനിക്കതൊക്കെ കേൾക്കുമ്പോൾ പേടിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്രേമിക്കാൻ മാത്രമല്ല വിവാഹം കഴിക്കാനുമുള്ള ഒരു പ്രപ്പോസലാണ് ഞാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഒട്ടും സമ്മതിക്കില്ലെന്ന്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ജാതി പ്രശ്നങ്ങളുണ്ടെന്ന്. അതിന് ഏത് ജാതിയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, എനിക്കറിയില്ല ചേട്ടാ, അതൊക്കെ പ്രശ്നമാകുമെന്ന്. എന്നിട്ട് അവൾ സ്വന്തം ജാതി പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാനും പറഞ്ഞു, അപ്പോൾ രണ്ടും വ്യത്യസ്തമാണ്. അവൾ പറഞ്ഞു, കണ്ടില്ലേ, എനിക്കറിയാം ചേട്ടാ, ഇതൊക്കെ പ്രശ്നമാകും. അതുകൊണ്ട് ആരെങ്കിലും പ്രണയാഭ്യർത്ഥന നടത്തി കഴിഞ്ഞാൽ ഞാൻ ആ ഭാഗത്തുനിന്ന് ഒഴിഞ്ഞു മാറുകയാണ് നല്ലതെന്ന്. ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും ജാതി മതമൊക്കെ നോക്കുമോ? അപ്പോൾ അവൾ പറഞ്ഞു, അത് നോക്കും, എൻ്റെ വീട്ടുകാർ നോക്കും, എത്ര ദാരിദ്ര്യമാണെങ്കിലും അവർ നോക്കും. പക്ഷേ നമ്മൾ തമ്മിൽ ഇനി വിദൂരമായി പ്രേമിച്ചാൽ പോലും എൻ്റെ വീട്ടിലുള്ളവർക്ക് മാത്രമേ സമ്പത്ത് കുറവുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം വലിയ വലിയ പൊസിഷനുള്ളവരാണ്. അന്യജാതിക്കാരനായ ഒരാളെ ഞാൻ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ അവർ കേരളത്തിലോ നമ്മുടെ നാട്ടിലോ നിർത്തില്ല. അത്രയ്ക്കും പ്രബലരായ ആൾക്കാരാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇത്രയും വലിയ ആൾക്കാർക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ കഷ്ടപ്പാടുകൾ മാറ്റി തന്നുകൂടാ? അപ്പോൾ അവൾ ചിരിച്ചു. അതങ്ങനെയല്ലേ ചേട്ടാ, ഇത്തരം കാര്യങ്ങൾക്കല്ലേ ആളുകൾ ഓടി നടക്കുന്നത്, അല്ലാതെ നമ്മുടെ ദുഃഖമൊന്നും അറിയില്ലല്ലോ. എന്ത് ചെയ്യാനാ? വെറുതെ നമ്മൾ രണ്ടും കൂടെ പ്രേമിച്ച് അവസാനം അത് കുളമാകും.
ചേട്ടനെ എനിക്കിഷ്ടമാണ്, നോ എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കണമെങ്കിൽ അത് ഒളിച്ചോട്ടമായി തീരും. വീട്ടുകാരെ ധിക്കരിച്ച് നമ്മൾ രണ്ടുപേരും കൂടെ ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും എന്നൊക്കെ അവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തു വന്നാലും പ്രശ്നമില്ല, എൻ്റെ വീട്ടുകാർ ചിലപ്പോൾ സമ്മതിക്കില്ല, എങ്കിലും എനിക്കൊരു ജോലിയുണ്ടല്ലോ, നമുക്ക് പ്രേമിച്ച് വീട്ടുകാരോട് പറഞ്ഞു നോക്കാം. ഇനി സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് രണ്ടുപേർ കൂടി ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി താമസിക്കാം എന്ന് ഞാൻ പറഞ്ഞു. പണത്തിൻ്റെ കാര്യമോർത്ത് നീ ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല, അതൊക്കെ എൻ്റെ കയ്യിൽ ആവോളമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പണമൊന്നും ഒരു കാര്യമല്ല ചേട്ടാ, നമ്മുടെ മനസ്സമാനമല്ലേ ഏറ്റവും വലുത് എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനും ഓർത്തു, എന്തൊരു പാവം കുട്ടി. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു 2-3 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട് യാത്രയിൽ. അവൾ അവളുടെ സ്റ്റോപ്പിലിറങ്ങി. ബാക്കി ട്രെയിനിലിരുന്നപ്പോൾ ഞാൻ അവളെ വിളിച്ചു. അവളുടെ ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചു. പിന്നെ പറഞ്ഞു, ഞാൻ വീട്ടിലെത്തി കേട്ടോ ഏട്ടാ, ഞാൻ വിളിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ദിവസത്തിൽ ഒളിഞ്ഞു പാത്തൊക്കെ വിളിക്കാൻ തുടങ്ങി. എൻ്റെ വീട്ടിൽ അത്ര ശ്രദ്ധിക്കില്ല, പക്ഷേ അവളുടെ വീട്ടിൽ വളരെ കർശനമല്ലേ, പരമ്പരാഗതമായ തറവാടല്ലേ അവരുടെ വീട്. അങ്ങനെ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ തമ്മിൽ വിളിക്കാൻ തുടങ്ങി. പ്രണയ സൗഗന്ധികം പൂവിട്ടു. ഇനിയൊരു സമയത്ത് ഇത് വീട്ടിൽ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ചേട്ടാ എൻ്റെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ലെന്ന്, എങ്കിലും ഞാൻ പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവൾ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഇവിടെ വലിയ പ്രശ്നമാണ്, എന്നെ ഇവർ പുറത്തുപോലും ഇറക്കില്ല. ഞാൻ ചേട്ടൻ്റെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജാതി പ്രശ്നം മൂലം ഇവിടെ കുഴപ്പങ്ങളാണ്, ഇവർ ഒരിക്കലും സമ്മതിക്കില്ല. എന്ത് ചെയ്യും ചേട്ടാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമുക്ക് ഒന്നിക്കണം, എന്തു വന്നാലും ഞാൻ എൻ്റെ വീട്ടിൽ പറയാൻ പോവുകയാണ്, ഇവിടെയുള്ളവർ സമ്മതിക്കും, എന്നോട് അത്ര കാര്യമാണെന്ന് എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ടായിരുന്നു. ഞാൻ എന്തായാലും എൻ്റെ വീട്ടിൽ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഒന്നും ആയിരുന്നില്ല. അവർക്കാർക്കും യാതൊരു താല്പര്യവുമില്ല ഇങ്ങനൊരു കല്യാണത്തിന്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ രണ്ടുപേരുടെ ബാധ്യതയായി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു കാര്യം ചെയ്യാം, നീ ഇറങ്ങി വന്നാൽ മതി, നമുക്ക് രണ്ടുപേർ കൂടെ ബാംഗ്ലൂരിൽ പോകാമെന്ന്. അവൾ പറഞ്ഞു, വേണ്ട, അവർ നമ്മളെ തിരക്കി വരും ചേട്ടാ, ബാംഗ്ലൂരിൽ നമുക്ക് നിൽക്കണ്ട, അവിടെ ഒരു കസിൻ ചേച്ചി ഒക്കെ ഉണ്ട്, എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കും, അത് വേണ്ട, വലിയ സംഘർഷങ്ങൾ ഉണ്ടാകും. പിന്നെ എന്ത് ചെയ്തു ചോദിച്ചപ്പോഴേക്കും അവൾ പറഞ്ഞു, നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ചെന്നൈയിൽ പോകാം. ഞാൻ പറഞ്ഞു, എനിക്ക് ചെന്നൈ അറിയില്ല, അവിടെ ആരെയും പരിചയമില്ലെന്ന്. അവൾ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾക്ക് ഒരു ആൻറ്റിയുണ്ട്, എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ബന്ധമാണ്, കുടുംബത്തിൽ അവർ മാത്രമാണ് പുറത്തുനിന്നൊരാളെ വിവാഹം കഴിച്ചത്. അത് വലിയ വിവാദമായതാണ്. വീട്ടുകാർ നാട്ടുകാരും ഒന്നും അവരോട് സഹകരിക്കില്ല. എങ്കിലും നേരത്തെ കുഞ്ഞിന് തൊട്ട് എനിക്ക് അവരോട് അടുപ്പമുണ്ടായിരുന്നു. അവർക്ക് അത്ര വലിയ വയസ്സൊന്നുമില്ല, 10-31 വയസ്സേ ഉള്ളൂ. പക്ഷേ 5 വർഷത്തിന് മുമ്പാണ് അവർ ഇതേപോലെ ഒരാളുമായിട്ട് ഇഷ്ടപ്പെട്ട് ചെന്നൈയിൽ പോയത്. അതോടുകൂടി എല്ലാവർക്കും അവരോട് വെറുപ്പാണ്. പക്ഷേ എനിക്ക് ആൻറ്റിയുമായിട്ട് നല്ല കണക്ഷനുണ്ട്. കാര്യം ഫേസ്ബുക്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ചാറ്റ് ചെയ്യാറുണ്ട്, ദൈനംദിന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുമുണ്ട്. ഫോൺ അങ്ങനെ വിളിക്കാറില്ലെന്നേ ഉള്ളൂ. കാര്യം വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ പ്രശ്നമാണെന്നും. നമ്മൾ തമ്മിൽ പ്രേമം തുടങ്ങിയതിൽ പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ആൻറ്റിയോട് പറഞ്ഞു. അപ്പോൾ ആൻറ്റിയോട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, അവനെയും വിളിച്ച് നീ ഇങ്ങിപ്പോരെ, ഇവിടെ വന്ന് 2-3 വർഷം നിൽക്ക്, ഇവിടെ ഒരു പ്രശ്നവുമില്ല. ആൻറ്റിയുടെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ഹൊസൂർ ഭാഗത്താണ്. അദ്ദേഹം ആഴ്ചയിലൊരിക്കലേ വരികയുള്ളൂ. ആൻറ്റി തനിയുള്ളൂ, അവർക്ക് കുട്ടികളൊന്നുമില്ല. 2 ബെഡ്റൂമുള്ള ഒരു വീട് ചെന്നൈയുടെ പ്രാന്തപ്രദേശത്ത് തന്നെയാണ്. പിന്നെ എന്താണ് പ്രശ്നം? ഒന്നുമില്ല, ഇവിടെ വന്ന് പെട്ടെന്നാരും കണ്ടുപിടിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് പലവട്ടം ആൻറ്റി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് രണ്ടുപേർക്കും കൂടി അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ദിവസം ഡേറ്റ് നിശ്ചയിച്ച് ഒളിച്ചോടി. മാഡം ട്രെയിനാണ് പോയത് ചെന്നൈക്ക്. നാട്ടിൽ നല്ല കോലാഹലമായി കാണും. അവരുടെ വീട്ടുകാരെയോ ബന്ധുക്കളെയോ വീടിരിക്കുന്ന സ്ഥലമോ ഒന്നും എനിക്കറിയില്ലല്ലോ. വലിയ ഫാമിലിയാണ്, അതവൾ പറഞ്ഞറിവ് മാത്രമേ ഉള്ളൂ. എന്തായാലും ഞാൻ അമ്മയോട് പറഞ്ഞു, ഞങ്ങൾ രണ്ടും കൂടി ജീവിക്കാൻ പോവുകയാണ്, ഡൽഹിയിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും പുറകെ വരില്ലല്ലോ എന്നോർത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു. മാഡം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്നൈയിൽ ചെന്ന് ആൻറ്റിയെ വിളിച്ചു. അത് കഴിഞ്ഞ് ആൻറ്റി വന്നു. ആൻറ്റി കാറിലാണ് വന്നത്. ആൻറ്റിയെ കണ്ടു കഴിഞ്ഞപ്പോഴേ നല്ല ഇംപ്രഷൻ തോന്നി. നല്ലൊരു സ്ത്രീ, അതീവ സുന്ദരി. കേരളത്തിൻ്റെ തനിമയായ സൗന്ദര്യവും തമിഴ്നാടിൻ്റെ സ്നേഹവും ഒത്തിണങ്ങിയ ഒരു പ്രത്യേക ആകർഷണീയമായ വ്യക്തിത്വമുള്ള ഒരു സ്ത്രീയാണ് അവർ. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേ, മോനെ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല, ഞാൻ ഇവിടെ ഉണ്ട്, നിങ്ങളൊന്ന് സെറ്റിലാകുന്നത് വരെ വീട്ടിൽ തന്നെ നിൽക്കാം, ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല, രണ്ടുപേരും സ്നേഹിച്ചതല്ലേ, സ്നേഹത്തിൻ്റെ വില എനിക്കറിയാം, എൻ്റെ പൊന്നുമക്കൾ രണ്ടുപേരും കൂടെ കാറിലോട്ട് കയറ് എന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയി. മാഡം ചെന്നൈ സെൻട്രലിൽ നിന്നും കുറേ ദൂരം പോകണം. അവിടെ
വളരെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് പോയത്. ഒറ്റപ്പെട്ടെന്ന് പറയുമ്പോഴേക്കും നഗരത്തിൽ നിന്ന് ഒറ്റപ്പെട്ട സ്ഥലം. അവിടെ ചെന്നെത്താൻ കുറേ സമയം എടുത്തല്ലോ. അപ്പം എനിക്ക് മനസ്സിലായി പെട്ടെന്നൊന്നും ആളുകൾ ഇങ്ങോട്ട് വരില്ലെന്ന്. ഞാൻ അവിടെ ചെന്ന ശേഷം എൻ്റെ വീട്ടിൽ വിളിക്കുമായിരുന്നു. വീട്ടിൽ ചില പൊട്ടലും ചീറ്റിലും ഒക്കെ ഉണ്ട്, എങ്കിലും ആരും എന്നെ അന്വേഷിച്ച് വരില്ല. അവളാണെങ്കിൽ അവളുടെ സിം ഒടിച്ചു കളഞ്ഞു, എന്നിട്ട് പുതിയ സിം എടുത്തു, ആരും ഇങ്ങോട്ട് വരണ്ടെന്ന് വെച്ച്. അങ്ങനെയാണ് മാഡം ആൻറ്റിയുടെ വീട്ടിൽ ഞങ്ങളുടെ ജീവിതം തുടങ്ങിയത്. ആൻറ്റി അന്ന് രാത്രി തന്നെ ഞങ്ങളോട് പറഞ്ഞു, നമ്മൾ മറ്റന്നാളിലാണ് കല്യാണ തീയതി ഒരു കോവിലിൽ കുറിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം ഇവിടുത്തെ ചടങ്ങനുസരിച്ച് ശാന്തി മുഹൂർത്തത്തിന് ഒരു നേരവുമുണ്ട്. അത് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം രാത്രിയിലാണ്. അന്ന് മാത്രമേ നിങ്ങളൊന്ന് ജീവിക്കാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആൻറ്റിയുടെ മുറിയിലാണ് അവൾ കിടന്നത്. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു മാഡം. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും തടിച്ച് ഭീകരരൂപിയായ ഒരാൾ വന്നു. അതായിരുന്നു ആൻറ്റിയുടെ ഭർത്താവ്. കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് ഞെട്ടിപ്പോയി. ഇയാളെയാണോ ആൻറ്റി പ്രേമിച്ച് കല്യാണം കഴിച്ചത്? അതിശയം തന്നെ എന്നോർത്തു. പക്ഷേ പുള്ളി വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. പൂത്ത പണമാണ്. അതായത് കെട്ടിയിറക്കാൻ മാത്രം പണമുള്ള മനുഷ്യനാണ്. സ്വർണ്ണമിട്ട് മൂടിയിരിക്കുന്ന ശരീരമാണ്. പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ സ്വർണം അയാളുടെ ദേഹത്തുണ്ട്. അയാൾക്ക് ഹൊസൂരിൽ എന്തോ ജോലിയാണെന്നാണ് പറഞ്ഞത്. എന്ത് ജോലിയാണെന്ന് അറിയില്ല. വല്ല സ്വർണ്ണഖന നടത്തുകയാണോ എന്ന് ഞാൻ ഓർത്തു. എന്തായാലും പുള്ളി വന്നപ്പോൾ എന്നോട് ഭയങ്കര കാര്യമായിരുന്നു. ഒന്നുകൊണ്ട് ഭയപ്പെട വേണ്ട, എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ വലിയ രീതിയിൽ തന്നെ കുറേ ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തി ഞങ്ങളുടെ കല്യാണം ഒരു അമ്പലത്തിൽ വെച്ച് കഴിഞ്ഞു. അതിൻ്റെ അടുത്ത ദിവസം ശാന്തി മുഹൂർത്തം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ ഉടനെ ആൻറ്റിയുടെ ഭർത്താവ് അങ്ങ് പോയി. ഭയങ്കര ബിസിയാണെന്നും എൻ്റെ കയ്യിൽ അദ്ദേഹം 25,000 രൂപ വെച്ച് തന്നു. അവൾക്കും കെട്ടുകണക്കിന് നോട്ട് എടുത്ത് കൊടുത്തു. മോളെ, ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചോണേ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. എന്തൊരു സൗഭാഗ്യമാണ് എന്നോർത്ത് ഞാനും അത്ഭുതപ്പെട്ടു പോയി. എന്തായാലും ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും സപ്പോർട്ട് കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം ആൻറ്റി അറേഞ്ച് ചെയ്തത്. വളരെ നല്ല രീതിയിലാണ്. കാരണം എന്തൊരു അലങ്കാരമായിരുന്നു ആ മണിയറയിൽ. എന്നിട്ട് കയറ്റി വിടാൻ നേരത്തെ അവളോട് പറഞ്ഞു, എടീ എൻ്റെ മോനെ, നീ നിരാശപ്പെടുത്തരുത് കേട്ടോ. നിൻ്റെ നാണമൊക്കെ കൈ വെച്ചേക്കണം. ചെക്കൻ്റെ അടുത്ത് നീ വലിയ നാണമൊന്നും ആക്ട് ചെയ്യല്ലേ, അവന് ഇഷ്ടമുള്ള പോലെ പെരുമാറണേ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചാണ് വിട്ടത്. പാവം ഒന്നും അറിയാത്ത എൻ്റെ ഭാര്യ. ഞാൻ അവളുടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ആൻറ്റി എന്നോട് പറഞ്ഞത് ചേട്ടൻ ഇഷ്ടപ്പെടുന്ന പോലെ എല്ലാത്തിനും സഹകരിക്കണം എന്നാണ്. എനിക്കറിയില്ല ചേട്ടൻ്റെ ഉള്ളിൽ എന്താണെന്നും. ചേട്ടൻ എന്നോട് പറയണം. എനിക്ക് എന്തെങ്കിലും അറിയാൻ വയ്യെങ്കിൽ ചേട്ടൻ എനിക്ക് പറഞ്ഞു തരണം. അതുപോലെ ഞാൻ പ്രവർത്തിച്ചോളാം എന്ന് പറഞ്ഞു. എന്തൊരു അനുസരണയുള്ള ഭാര്യ, അനുസരണ പറഞ്ഞു കൊടുക്കുന്ന ആൻറ്റിയും. സുഖം സുഖകരം. അന്ന് എനിക്ക് ആവേശക്കടൽ പൂത്ത ഒരു തീരത്ത് നിൽക്കുന്ന ആളെപ്പോലെയായിരുന്നു ഞാൻ. അന്ന് അലകൾ കുറേയധികം നേരം ആഞ്ഞടിച്ചു. അതിലൊന്നും എൻ്റെ ഭാര്യയ്ക്ക് യാതൊരു പരാതിയുമില്ലായിരുന്നു. അവൾ എല്ലാത്തിനും സഹകരിച്ചു. ഇങ്ങനെ മതിയോ ചേട്ടാ എന്നവൾ ചോദിക്കുമ്പോൾ ഞാൻ പറയും, മതി പൊന്നേന്ന്. ഇനി അങ്ങനെയല്ലെങ്കിൽ ഇങ്ങനെ വേണം എന്ന് ഞാൻ പറയുമ്പോൾ അവൾ പറയും, ഞാൻ ട്രൈ ചെയ്യാം. ചേട്ടൻ്റെ ഇഷ്ടം പോലെ, ചേട്ടൻ്റെ സ്വന്തമാണ് ഞാൻ എന്ന് പറഞ്ഞു. ശരിക്കും ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമല്ലേ മാഡം അനുസരണയുള്ള ഭാര്യ. അതുകൊണ്ട് ഞാൻ അടിച്ചു പൊളിച്ചു. എന്ന് ഞങ്ങൾക്ക് മധുവിധമായിരുന്നു. ഞങ്ങളെ ചെന്നൈയിലെ കടൽത്തീരത്തൊക്കെ ആൻറ്റി തന്നെയാണ് കൊണ്ടുവന്നത്. 10 ദിവസം കൂടുമ്പോഴാണല്ലോ ആൻറ്റിയുടെ ഹസ്ബൻഡ് വരിക. ആ സമയത്ത് ഞങ്ങളോട് പറയും, അടുത്ത 1 വർഷം നിങ്ങൾ ജോലിയെ പറ്റിയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, അടിച്ചു പൊളിച്ച് നടക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ ഞാൻ നൽകിക്കോളാം മക്കളെ, പിന്നെ പതുക്കെ ജോലി കണ്ടെത്തിയാൽ മതി എന്ന് പറയും. അങ്ങനെ എന്തുകൊണ്ടും ആർക്കും ലഭിക്കാത്ത സൗഭാഗ്യമാണ് ഞങ്ങൾക്ക് 2 പേർക്കും ലഭിച്ചത്. ഒരു പ്രശ്നവുമില്ല. കല്യാണം കഴിഞ്ഞ് ഒരു 6 മാസം വരെ അങ്ങനെയായിരുന്നു. ഇഷ്ടം പോലെ കാശ് കയ്യിലുണ്ട് മാഡം. ആൻറ്റി പറയും, 2 പേരും കൂടെ കറങ്ങിയിട്ട് വന്ന് വൈകുന്നേരമൊക്കെ കാറെടുത്ത് ഞങ്ങൾ 2 പേരും കൂടെ കറങ്ങാൻ പോകും. ഒരു ദിവസം വൈകിട്ട് ബീച്ചിലിരിക്കുമ്പോൾ ഭാര്യ പല പല കഥകളും പറഞ്ഞു. അമ്മയും അച്ഛനെയൊന്നും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞൊന്ന് വിളിച്ചു നോക്കാൻ. അവൾ പറഞ്ഞു, വേണ്ട, അതൊക്കെ ഡേഞ്ചറസ് ആകും, വേണ്ട, നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അതിനെപ്പറ്റി ചോദിക്കാൻ പോയില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ അവൾ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നിനക്ക് വീട്ടുകാരെ ഇത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നീ എന്തിനാണ് വിളിക്കാതിരിക്കുന്നതെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, വീട്ടുകാരെ ഓർത്തല്ല ഞാൻ കരഞ്ഞത്, പിന്നെ ആരെ ഓർത്താ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആൻറ്റിയെ ഓർത്താണ് കരഞ്ഞത്. ആൻറ്റിക്ക് എന്താ കുഴപ്പമൊന്നും. ആൻറ്റിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 5-6 വർഷമായി.
ഇതുവരെ കുട്ടികളില്ല. അതെന്താ, അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി ഒത്തിരി പ്രേമിച്ചാണ് അദ്ദേഹത്തെ കല്യാണം കഴിച്ചത്. പ്രേമിച്ച് കല്യാണം കഴിക്കാൻ പറ്റിയ ഒരാൾ പണം കണ്ട് കല്യാണം കഴിച്ചായിരിക്കും ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്തെങ്കിലും പറയാൻ പറ്റുമോ? പ്രേമത്തിന് കണ്ണും കാലുമില്ലല്ലോ. ചികിത്സയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് കുട്ടികളുണ്ടാകുമോ എന്ന് അറിയില്ലെന്ന് പറഞ്ഞ് ആൻറ്റി പൊട്ടിക്കരഞ്ഞു എന്നോട്. നിങ്ങളില്ലാത്ത സമയത്ത്. അതിന് ഞാൻ എപ്പോഴാണ് ഇല്ലാതിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു, ആ നിങ്ങളെപ്പോഴും അവിടെ ഇരിക്കുകയാണോ, അവിടെ ഇവിടെയൊക്കെ പോകില്ലേ? ആ സമയത്ത് ഓരോ ദുഃഖങ്ങൾ പറഞ്ഞ് എന്നോട് അങ്ങ് കരയുകയാണ്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവളങ്ങ് കരഞ്ഞു. ഞാൻ പറഞ്ഞ് സമാധാനിക്ക്, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നില്ലേ, അവർക്ക് കുട്ടികളുണ്ടാവുമെന്ന്. അപ്പോൾ ഭാര്യ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ചേട്ടാ എന്തായാലും എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അങ്ങേർക്ക് കഴിവില്ലെന്ന് തോന്നുന്നു, കുട്ടികളുണ്ടാവില്ല, അങ്ങയുടെ കാര്യങ്ങളൊന്നും മെച്ചപ്പെടില്ല. അതിനിപ്പം നമുക്കെന്ത് ചെയ്യാൻ പറ്റും, അതിൽ പരിതപിക്കല്ലേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ കൈ പിടിച്ച് മടിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ആലോചിക്കുകയായിരുന്നു, ചേട്ടന് ഒരു പ്രശ്നവുമില്ല, നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ നോക്കിയും കണ്ടു നിൽക്കുന്നുണ്ടാണ് നമുക്ക് കുട്ടികളുണ്ടാകാത്തത്. എനിക്കെന്തായാലും 2-3 വർഷം കഴിഞ്ഞ് നമ്മൾ സെറ്റിലായിട്ട് മതി. അതിനാദ്യമേ പറഞ്ഞല്ലോ. പക്ഷേ ആൻറ്റിയൊന്നും ആ സ്റ്റേജിലില്ല. കുട്ടി വേണം കുട്ടി വേണം എന്നുള്ള സ്റ്റേജിലാണ്. നീ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, ലോകത്ത് മറ്റുള്ളവർ ആരും പറയാത്ത കാര്യമാണ്. ചേട്ടന് ആൻറ്റി ഒന്ന് സഹായിച്ചുകൂടെ? നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് ചേർന്നിരുന്ന് പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, അദ്ദേഹം വല്ലപ്പോഴും മാത്രമേ വരികയുള്ളൂ. ആൻറ്റിയെ എന്തായാലും ചേട്ടന് മനസ്സുകൊണ്ട് ഇഷ്ടമാണല്ലോ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? മനസ്സുകൊണ്ട് ഇഷ്ടമാണെന്ന് വെച്ചിട്ട് ചേട്ടാ പ്ലീസ് അവരെ ഒന്ന് സഹായിക്കൂ. നീ എന്താ പറഞ്ഞത്? ഏതെങ്കിലും ഭാര്യമാരിങ്ങനെ പറയുമോ? അപ്പോൾ അവൾ പറഞ്ഞു, ഏതെങ്കിലും ഭാര്യമാരങ്ങനെ പറയില്ല. പക്ഷെ ഒന്ന് ഓർക്കണം, നമുക്ക് അഭയം തന്നത് അവരാണ്, കാശ് തരുന്നത് അവരാണ്. എടി അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ഹോസ്റ്റലിൽ പോയിട്ട് ആരുടെങ്കിലും എന്തെങ്കിലും സ്വീകരിച്ച് ഒരു കുഞ്ഞിനെ സൃഷ്ടിച്ചെടുക്കരുതോ? ചേട്ടാ അത് ശരിയാകില്ല. അതല്ല, ശരിക്കും നല്ലൊരു കുട്ടിയാണ് അവർക്ക് വേണ്ടത്. ചേട്ടനുള്ളപ്പോൾ ഇനി എന്തിനാണ് അവർ വേറൊരാളെ തേടിപ്പോകുന്നത്? ഇവിടെ ഇപ്പോൾ നമ്മൾ 3 പേരുമേ ഉള്ളൂ. എടി നിനക്കെങ്ങനെ ഇത് പറയാൻ തോന്നി? നീ അങ്ങനല്ലോ പറഞ്ഞത്. വലിയ സംസ്കാരമുള്ള കുടുംബത്തിലല്ലേ നീ, നിനക്കിങ്ങനെ വളഞ്ഞ ബുദ്ധി എങ്ങനെ വന്നു? അപ്പോൾ പറഞ്ഞു, വളഞ്ഞ ബുദ്ധിയല്ല, അവരുടെ ദുഃഖം കണ്ട് എനിക്ക് തോന്നിയതാണ്. അവർക്ക് ചികിത്സ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ 10-15 ലക്ഷം രൂപയോ ആകുമെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പണം നമുക്ക് തന്നാൽ പോരെ? നിങ്ങൾക്ക് വലിയ പണം ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടുമോ, അല്ലെങ്കിൽ നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, 10 ലക്ഷം രൂപ ആൻറ്റി നമുക്ക് തരും. എന്നിട്ട് ഈ കാര്യം ആൻറ്റിക്കൊന്ന് നേർച്ച പോലെ സാധിച്ചു കൊടുത്തിട്ട് നമുക്കിവിടുന്ന് മാറാം, സെറ്റിലുമാകാം, നമുക്ക് ബാംഗ്ലൂരിൽ തന്നെ പോയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാം. എടി നീ എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പിന്നെ ദേഷ്യപ്പെട്ടു. ഞാൻ പച്ചവെള്ളം പോലെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എനിക്കൊരു പ്രശ്നവുമില്ല, ചേട്ടനെ ഞാൻ അഗാധമായി സ്നേഹിക്കുന്നു. ആൻറ്റിയോട് എനിക്ക് കടപ്പാടുണ്ട്, നമുക്ക് 2 പേർക്കും കടപ്പാടുണ്ട്. അവരെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. നിങ്ങളെ പങ്കുവെച്ച് പോകുന്നതിൽ എനിക്ക് പ്രശ്നമില്ല. കാര്യം നിങ്ങൾക്ക് അവരോട് തൽക്കാലത്തെ സ്നേഹം മാത്രം പ്രകടിപ്പിച്ചാൽ മതിയെന്ന് എനിക്കറിയാം. അതിൽ തെറ്റില്ല, നമ്മുടെ കടമയാണ്. നിങ്ങളൊരാളാണ്, നിങ്ങൾക്കത് പറ്റും, പ്രശ്നമില്ല. ഞാനല്ലേ പറഞ്ഞത്, എല്ലാ സമയത്തും ഞാൻ നിങ്ങളുടെ കൂടെ കാണും. ഈ ഒരു കാര്യം റെഡിയായി കഴിയുമ്പോഴേക്കും നമുക്ക് പതിയെ പൈസയും വാങ്ങിച്ച് പോയി നല്ലൊരു ജീവിതം തുടങ്ങാം. അവിടെ ചെന്ന് നമുക്ക് പോഷായിട്ട് ജീവിക്കണ്ടേ? പ്ലീസ്. എടി ഇതാരാ നിന്നോട് പറഞ്ഞത്? അല്ല, ആൻറ്റി എന്നോട് അങ്ങനെ ഐഡിയ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. രക്ഷപ്പെടാൻ വേറെ വഴിയില്ല, സാമ്പത്തികം നമ്മുടെ കയ്യിലില്ല. നിങ്ങൾ ഈ ജോലിക്ക് പോയാലും ചെറിയൊരു കൂലി മാത്രമേ കിട്ടുള്ളൂ. അത് ശരിയാവില്ല ചേട്ടാ, പ്ലീസ് ഒന്ന് പറയുന്നത് കേൾക്കൂ. ഞാനല്ലേ നിങ്ങളുടെ ഭാര്യ, എനിക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് പറ്റും. അവൾ ഒത്തിരി നിർബന്ധിച്ചപ്പോൾ ഞാൻ പാതി മൂളി. അവൾ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ രഹസ്യമായി ഒന്നും വേണ്ട, ഞാനും വരാം ചേട്ടാ, ഞാൻ നിങ്ങളെ സഹായിക്കാം. ചേട്ടൻ്റെ ഇഷ്ടങ്ങളൊക്കെ എനിക്കല്ലേ അറിയാവുന്നത്. അവസാനം ചേട്ടൻ പ്ലീസ് ആൻറ്റി ഒന്ന് കൺസിഡർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ തന്നെയാണ് ആൻറ്റിയെ വിളിച്ചുകൊണ്ട് പിറ്റേ ദിവസം രാത്രി എൻ്റെ മുറിയിലേക്ക് വന്നത്. എനിക്ക് നല്ല ചമ്മലുണ്ടായിരുന്നു, ആൻറ്റിക്കും. അവൾ പറഞ്ഞു, സാരമില്ല, എല്ലാം നല്ലതിന് വേണ്ടിയല്ലേ, ഞാനും കൂടെയില്ലേ എന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യ തന്നെയാണ് എന്നെയും ആൻറ്റിയും ഒരുമിപ്പിക്കാൻ വേണ്ടി സഹായിച്ചത്. ഇടയ്ക്ക് ഭാര്യ തന്നെ എനിക്ക് ഉയർച്ച താഴ്ചകൾ ഉണ്ടായിടത്ത് നന്നായി അധ്വാനിച്ച് എന്നെ സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി കൂടി ഒന്ന് പങ്കു ചേർന്ന് കഴിഞ്ഞാൽ ആൻറ്റിക്ക് എല്ലാത്തിൻ്റെയും പങ്ക് പറ്റാമെന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യ തന്നെയാണ് പലപ്പോഴും എന്നെ ആൻറ്റിയെ പൂർണ്ണമായി
എല്ലാത്തിനും സഹായിക്കാൻ വേണ്ടി പുറകിൽ നിന്ന് ഒരു ശക്തിയായി പ്രവർത്തിച്ചത്. അങ്ങനെ ഭാര്യയുടെ പുറകിൽ നിന്നുള്ള അതീവ ശക്തിയോട് കൂടിയ പിന്തുണ കൊണ്ട് എനിക്ക് പലപ്പോഴും സക്സസ്ഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്തു മുടിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് 2-3 ദിവസമായപ്പോഴേക്കും ഞങ്ങൾക്കിടയിലുള്ള നാണമങ്ങ് പോയി. പിന്നീട് രാത്രിയാകുമ്പോൾ ആൻറ്റിയും അവളും കൂടി ഒരുമിച്ചാണ് വരുന്നത്. കളിയും ചിരിയും തമാശയുമായിട്ട് രണ്ടുപേരുമായി ഞാനങ്ങ് അഡ്ജസ്റ്റഡായി. ഇത്രയും സ്നേഹം 2 സ്ത്രീകളിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എൻ്റെ ഭാര്യയ്ക്ക് ഉടനെ കുട്ടികൾ വേണ്ട, ആൻറ്റിക്ക് വേണം താനും. അപ്പോൾ എൻ്റെ ഭാര്യയോട് പറയുകയാണ്, ചേട്ടാ മാക്സിമം ആൻറ്റിക്ക് പ്രയോജനം ഉണ്ടാക്കണേ പ്ലീസ് എന്ന് പറഞ്ഞ് അവസാന ഘട്ടത്തിലെല്ലാം ആൻറ്റി ആയിരിക്കും എന്നോട് ചേർന്ന് നിൽക്കുന്നത്. അങ്ങനെ കാര്യങ്ങൾ ഉഷാറായി മുന്നോട്ട് പോയി മാഡം. ഏകദേശം 1.5 മാസം എടുത്തു ആൻറ്റിക്ക് പോസിറ്റീവായ റിസൾട്ട് കിട്ടാൻ. ആൻറ്റി പെട്ടെന്ന് ഹസ്ബൻഡിനോടാണ് വിളിച്ച് പറഞ്ഞത്, വരൂ വരൂ എന്ന്. അത്താ ഓടി വന്ന് അങ്ങേറപ്പോഴേക്കും ഓടി വന്നു. പിന്നീട് അവിടെ ആഘോഷമായിരുന്നു. അങ്ങേരുടെ ചികിത്സയെല്ലാം ഫലിച്ചു എന്നുള്ള മട്ടിലായിരുന്നു. അയാൾ ആഴ്ചയിലൊരിക്കൽ വരുന്നുണ്ടായിരുന്നല്ലോ മാഡം. കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ സന്തോഷത്തിലായി. അയാൾ പോയ പിറകെ തന്നെ ആൻറ്റി എനിക്ക് പറഞ്ഞതിലും 2 ലക്ഷം രൂപ കൂടുതൽ തന്നു. മോനെ ഇതുകൊണ്ട് സേവ് ചെയ്തിട്ടോ, പക്ഷേ ഇപ്പോഴെങ്കിലും നിങ്ങളെ ഞാൻ ഇവിടുന്ന് വിടില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ മാസാമാസം ഞങ്ങൾക്ക് 2 പേർക്കും നല്ലൊരു തുക കൈവച്ച് തരും മാഡം. അങ്ങനെ ഒരു രീതിയിലും ഒരു പണിയും എടുക്കാതെ വളരെ സുഖകരമായ ജീവിതമാണ്. പക്ഷേ ആൻറ്റി ഗർഭിണിയായതിൽ പിന്നെ ഞങ്ങൾ തമ്മിലുള്ള എല്ലാ ബന്ധവും നിലച്ചു. കാര്യം ആൻറ്റിക്ക് റെസ്റ്റ് വേണമല്ലോ. ആൻറ്റിയുടെ ഹസ്ബൻഡ് 10 ദിവസം കൂടിയിരിക്കുമ്പോൾ ഒരു ദിവസമൊക്കെ വരും. അന്ന് ഭയങ്കര ആഘോഷമായിരിക്കും. പണം ഇഷ്ടംപോലെ കൊണ്ടുവരും. സന്തോഷവതിയാണ് ആൻറ്റി. അവരുടെ ചില ബന്ധുക്കളും കാണാൻ വരും. ഒരു പ്രശ്നവുമില്ല. ഒരു ദിവസം അദ്ദേഹം വന്ന രാത്രി എനിക്ക് കുറച്ച് മദ്യമൊക്കെ തന്നു മാഡം. ഞാനാണെങ്കിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്തു കേട്ടോ. പക്ഷേ രാത്രിയായി കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ അമിതമായ ദാഹം തോന്നി. ഞാനപ്പോൾ ഒന്ന് എഴുന്നേറ്റു. നോക്കിയപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ കൂടെയില്ല. ഞാൻ എവിടെയാണ് തപ്പിച്ചെന്ന് കഴിഞ്ഞപ്പോഴുണ്ട് മാഡം, അടുക്കളയിലാണ് എന്തോ ശബ്ദം കേൾക്കുന്നത്. ഞാൻ പോയി നോക്കുമ്പോൾ അവിടെ എൻ്റെ ഭാര്യയും ആൻറ്റിയുടെ ഭർത്താവും തമ്മിലുള്ള അരുതാത്ത കാഴ്ചകളാണ് ഞാൻ കണ്ടത്. ഞാൻ കുടിച്ച് ബോധം കെട്ട് കിടക്കുകയാണെന്ന് വിചാരിച്ചായിരിക്കും അവൾ അവിടെ നിന്ന് അലറി വിളിക്കുന്നുണ്ട്. 2 പേരും ഉന്മത്തരാണ്. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി മാഡം. ആൻറ്റിയെ ഇത് വിളിച്ച് കാണിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. ആൻറ്റിക്കൊന്നും അറിയില്ലായിരിക്കാം. വെപ്രാളത്തോടുകൂടി ഞാൻ ആൻറ്റിയുടെ റൂമിലേക്ക് കഥ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി അവിടെ ഉണർന്നു തന്നെ കിടക്കുകയാണ്. വെട്ടമൊക്കെ ഉണ്ട്. എന്നെ കൈ കാട്ടി വിളിച്ചു, നീ അങ്ങോട്ട് പോകണ്ട, അവർ സ്വസ്ഥമായി ജീവിച്ചോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ ആൻറ്റി ഇതെന്ന്. ആ ഇനിയിപ്പോൾ എന്താ, നീ എൻ്റെ സ്വന്തം, അതേപോലെ എൻ്റെ ഭർത്താവിന് അവളും ഒരിടക്കാല ആശ്വാസം. അതിന് പകരം ഇഷ്ടം പോലെ പണം കിട്ടുമല്ലോടാ, ഒരു പ്രശ്നമില്ല. പണം നോക്കിയാണ് അയാളെ ഞാൻ കല്യാണം കഴിച്ചത്. എൻ്റെ കാര്യങ്ങളൊക്കെ നിൻ്റെ ഭാര്യയ്ക്കും അറിയാം. അവളും ഇങ്ങോട്ട് വന്നത് കരുതിക്കൂട്ടി തന്നെയാണ്. അവൾ എത്രയോ പറ്റി തെളിഞ്ഞവളാണ്. നിനക്ക് അവളെപ്പറ്റി ഒന്നും അറിയില്ലെന്ന്. അപ്പോഴാണ് ആൻറ്റി പറഞ്ഞത്, അവൾ പണ്ട് തൊട്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പണം സമ്പാദിക്കാൻ വേണ്ടി പല തരികിടകളും നടത്തിയ ഒരു പെൺകുട്ടിയാണ്. അവളുടെ വീട് തറവാടുമല്ല, ഒന്നുമല്ല. വീട്ടിൽ അമ്മയും മറ്റുമുണ്ട്. അവർ ആങ്ങളുടെ കൂടെയാണ്. എന്തായാലും മാസം ഒരു തുക അവർക്ക് അയച്ചു കൊടുക്കും. അവിടെ ആരും വരാനൊന്നുമില്ല. നോക്കാനും കാണാനും ആരുമില്ലാത്ത ഒരുത്തിയാണ് അവൾ. അവൾക്ക് നേരത്തെ ചില കാമുകന്മാരുണ്ടായിരുന്നു. നിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവൾ സെറ്റിലായത്. ഇവിടെ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് വന്നത്. എൻ്റെ ഭർത്താവിനും കാര്യങ്ങളൊക്കെ അറിയാം. നിൻ്റെ സ്വഭാവം അനുസരിച്ച് നിന്നെ ഒന്ന് വലയിൽ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് അവൾ സെൻറ്റിമെൻറ്റ്സ് അടിച്ചത്. അതുകൊണ്ട് എനിക്ക് പ്രയോജനമുണ്ടായി, അവൾക്ക് പ്രയോജനമുണ്ടായി. നീ ഇനിയിപ്പം അവളെ ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടം പോലെ പണവും കിട്ടും, അവൾക്കും പണം കിട്ടും. അത്രയേ ഉള്ളൂ. നിനക്ക് അവളെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നിൻ്റെ മാന്യമായ ജീവിതം നയിക്കാമെന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഗുണമില്ല. ഇവിടെ നിന്നാൽ ഞങ്ങളുടെ 2 പെണ്ണുങ്ങളുടെ സാമീപ്യവും ഇഷ്ടം പോലെ പണവും നിനക്ക് കിട്ടും. എൻ്റെ ഹസ്ബൻഡ് അത്രയ്ക്ക് പണക്കാരനാണ്. എന്താണെന്ന് വെച്ചാൽ നീ തീരുമാനിച്ചോ, നിനക്ക് സദാചാരമാണോ വലുത് അതോ ഇതാണോ വലുത് എന്നുള്ളത്. ഇപ്പോൾ നിൻ്റെ ഭാര്യ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നില്ലേ, അതിന് തക്ക തുക അവൾക്കും നിനക്കും കിട്ടും. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തുടരാം, ഇഷ്ടമില്ലെങ്കിൽ പോകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് മാഡം ഞാൻ. എന്ത് ചെയ്യണമെന്നറിയില്ല. ഭാര്യയോട് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, ഇത്രയ്ക്കൊക്കെ ആയില്ലേ, പണമല്ലേ വലുത്, പണം നമുക്ക് സമ്പാദിക്കാം, അതൊന്നൊരു പ്രശ്നമല്ല.
അയാളെയല്ല ആരെ വേണമെങ്കിലും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് എൻ്റെ ഭാര്യ ശാലീന സുന്ദരിയിൽ നിന്ന് വല്ലാത്ത സ്വഭാവമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയാണ്. ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടാലോ എന്ന് തോന്നും. പക്ഷേ എനിക്ക് ഈ രണ്ട് പെണ്ണുങ്ങളോടും മാനസികമായി നല്ല അറ്റാച്ച്മെൻ്റ് ഉണ്ട് മാഡം. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇത് വല്ലാത്തൊരു കുഴ പറഞ്ഞ കഥയാണല്ലോ. എനിക്ക് പറയാനുള്ളത്, ഒന്നുകിൽ രണ്ട് കള്ളികളുടെ കൂടെ നിങ്ങൾ പ്രയോജനങ്ങൾ തേടുന്ന ഒരു കള്ളനായിട്ട് കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് രണ്ടുപേരെ ഇഷ്ടമാണല്ലോ കൂടെ കഴിയുക. ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി കിട്ടിയതും കൊണ്ട് നിങ്ങൾ വേറൊരു ജീവിതത്തിലേക്ക് പോരുക. ബാധ്യതയൊന്നുമില്ലല്ലോ, അവിടുന്ന് രക്ഷപ്പെടുക. ഇത് രണ്ടും നിങ്ങൾക്ക് എടുക്കാവുന്ന തീരുമാനമാണ്. എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അവരെ തിരുത്താനൊന്നും പറ്റുകയില്ല. അതുകൊണ്ട് രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാം.